ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ ഒട്ടേറെ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് കുറെയെങ്കിലും കരുണാകരൻ കള്ളം പറയുന്ന ആളെന്ന് പേര് കേട്ടത് കരുണാകരനെയാണ്. ബാക്കി വലിയ മഹനീയമായ ഒരു സ്ഥാനമാണ് ആ മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. ബാക്കി ആരെ പറ്റി അങ്ങനെ പറയും, എങ്കിലും കരുണാകരനെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു പ്രഗത്ഭനായ ഭരണാധികാരി എന്നൊരു പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഇപ്പോ അധികാരത്തിൽ വന്ന വി.ഡി. സതീശനെ സംബന്ധിച്ച് നുണേശൻ എന്നൊക്കെ തെരഞ്ഞെടുപ്പിനും ആളുകൾ പറഞ്ഞപ്പോഴും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉന്നതമായ ഒരു പദവിയിൽ വരുമ്പോൾ അദ്ദേഹം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമെന്നാണ് പലരും പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പൊ എന്താ, പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നതിൽ ഒരു നാണവുമില്ല. അദ്ദേഹം പറഞ്ഞ കള്ളം നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി കൈ കൊടുക്കുക, എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ അടുത്ത ദിവസം വീണ്ടും വന്നിരുന്നിട്ട് പച്ചക്കള്ളം പറയും. പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം ഇതുപോലെ കണ്ടിട്ടില്ല. മറ്റൊന്ന്, പച്ചയായി RSSന് കീഴ്പ്പെടുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടോ? ഒരു മതനിരപേക്ഷ നാടാണ് ഈ കേരളം. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ ഉണ്ടായാലും ഈ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയുള്ള ഒരു വലിയ ജനാധിപത്യ ബോധമുള്ള നാടാണ് കേരളം. ഇവിടെ പച്ചയെ RSSന് കീഴടങ്ങിയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താ അവർ പറഞ്ഞത്? മുണ്ടെടുത്ത മോഡി എന്നാണ് പിണറായി വിജയനെ ആക്ഷേപിച്ചത്. ഈ RSSനെതിരെ ശക്തമായ നിലപാടെടുത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആണ് RSSന്റെ ഏറ്റവും വലിയ ശത്രു കേരളത്തിൽ. നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയാണ് RSSകാർ കൊന്നുതള്ളിയത്. RSSകാരുടെ വർഗീയ വിഭജന രാഷ്ട്രീയം കേരളത്തിൽ നടക്കണമെങ്കിൽ CPM ആണ് തടസ്സമെന്നറിഞ്ഞ് CPMനെ ഉന്മൂലനം ചെയ്യാനാണ് അവർ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അവിടെയെല്ലാം അവരുടെ കൂടെ ഒറ്റുകാരായി നിന്ന് ഒക്കച്ചങ്ങായിമാരായി നിന്ന് കൂടിയിട്ടുള്ളവരാണ് കോൺഗ്രസ്. എന്നിട്ടും CPMനെതിരെ അത് പ്രചരിപ്പിച്ചു. അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വലിയ തോതിൽ ഏറ്റുപിടിച്ച് പ്രചാരം കൊടുത്തു. പക്ഷെ എന്താ ഇപ്പൊ യാഥാർത്ഥ്യം? ഇപ്പൊ RSSന്റെ ഗവർണറാണ് ലോക്ഭവനിൽ ഇരിക്കുന്നത്. RSSന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നാണ് അയാളുടെ താല്പര്യം, അയാളുടെ നിലപാട്. അയാൾ പറയുന്ന തീട്ടൂരങ്ങൾക്കനുസരിച്ച് മാത്രം കേരളത്തിലെ ഭരണം നടത്തുക. ഇപ്പൊ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി പറഞ്ഞു, ഈ വന്ദേ മാതരം ഗാനം അതിന്റെ പഴയ രൂപത്തിൽ തന്നെ പാടണം. നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ, ആദ്യത്തെ ഗവൺമെന്റ് തന്നെ അതിനകത്തിലെ ഒരു ഹിന്ദു മതത്തെ സ്തുതിക്കുന്ന, ആ മതത്തിലെ ദൈവങ്ങളെ മാത്രം പ്രകീർത്തിക്കുന്ന വരികൾ ഒഴിവാക്കിയിട്ടാണ് വന്ദേ മാതരത്തെ ദേശീയ തലത്തിൽ അംഗീകരിച്ചത്. ആ നെഹ്റു ഒഴിവാക്കിയതിനെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും BJP ഇതര മുഖ്യമന്ത്രിമാർ, ഇപ്പൊ തന്നെ പശ്ചിമ ബംഗാളിൽ BJP മുഖ്യമന്ത്രി അയാളുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോലും ഈ ഗാനം മൊത്തം ആലപിച്ചില്ല. അതേസമയം സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഗവർണർ ഒരു പ്രയാസവും കൂടെ ഇതിട്ടു, ഒരു പരാതി ഉണ്ടായില്ല. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മാവൂത്ത് എന്ന് പറഞ്ഞ ഒരു RSSകാരനെ ഗവർണർ സർക്കാരിന്റെ തലയ്ക്ക് മീതെ കൊണ്ടുവച്ച് ഒരു ചെറിയ പ്രതികരണം ഉണ്ടായില്ല, ഒരു പ്രതിഷേധം ഉണ്ടായില്ല. കാർഷിക സർവകലാശാലയിൽ അവിടെ എല്ലാം സിദ്ദിഖ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ മന്ത്രിക്ക് യാതൊരു പ്രതിഷേധവും ഇല്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, ഗവർണർമാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് RSS അജണ്ട നടപ്പാക്കുന്നതിനെതിരെ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് വലിയ പോരാട്ടമാണ് നടത്തിയത്. സുപ്രീം കോടതി വരെ അതിന്റെ കേസുമായി പോയി. യാതൊരു പ്രതികരണവും ഇല്ലാതെ അതെല്ലാം അനുസരിക്കുന്ന, അടിമയെ പോലെ നിന്ന് അനുസരിക്കുന്ന മുഖ്യമന്ത്രിയായി സതീശൻ മാറി. അതിന്റെ കൂടെ നിൽക്കുകയാണ് ലീഗ്. ഇപ്പൊ ഏറ്റവും അവസാനം എന്താ? PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എടുത്തെറിയുമെന്ന് പറഞ്ഞ ആളുകളാണ് ലീഗും UDFും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അന്നത്തെ മന്ത്രി അതിന്റെ ധാരണാപത്രത്തിൽ മാത്രം ഒന്ന് ഒപ്പിട്ടു. പക്ഷെ ആ ധാരണാപത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശദമായി ചർച്ച ചെയ്തിട്ട് ശരിയല്ല, നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നിലപാട് യോജിച്ചതല്ലാതെ കണ്ട് അതിൽ നിന്ന് പിന്മാറിയതാണ്. ഇപ്പൊ സതീശൻ പറഞ്ഞ എന്താ? അതിൽ ഒപ്പിടാതിരിക്കാൻ നിർവാഹമില്ല, ഒപ്പിട്ടില്ലേ കേന്ദ്രം കാശ് തരില്ല. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഒപ്പിട്ടു എന്നാണ് ഇവർ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ കേന്ദ്രത്തിൽ പാർലമെന്റ് കൂടിയപ്പോ UDFന്റെ MP തന്നെ ജബി മേത്തറും അതേപോലെ തന്നെ വഹാബും ചോദ്യം ചോദിച്ചോ പറഞ്ഞു, ഒരു നിർബന്ധവും ഇതിൽ തുടരണമെന്നില്ല. അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇതിൽ ഒപ്പിട്ടിട്ടില്ല, ഇതിന്റെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല. ഇപ്പൊ മറുപടി പറഞ്ഞപ്പോ സതീശൻ കൂടുതൽ ഇളിപ്യൻ. പക്ഷെ ആ ഇളിപ്യനായ സതീശൻ ആ ഇളിപ്യത്തരം കൊണ്ടുവന്ന് പത്രസമ്മേളനത്തിൽ വീണ്ടും ന്യായീകരിക്കും, മെഴുകുകയാണ്. ഇത്ര നാണം കെട്ട തരത്തിൽ ഈ നിലപാടുകളെ തള്ളിപ്പറയുകയും നിലപാടുകളെ മാറ്റിപ്പറയുകയും ചെയ്ത് മെഴുകുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് സതീശൻ പറഞ്ഞു, കേരളം കടക്കണിയിലായി, കേരളം ഇങ്ങനെ സർക്കാർ കടമെടുത്ത് കേരളത്തെ മുടിപ്പിക്കുകയാണ്. സതീശൻ ഇപ്പൊ അധികാരം ഏറ്റെടുത്തിട്ട് 2.5 മാസമേ ഉള്ളൂ. 5 തവണയാണ് ഇപ്പൊ കടമെടുത്തിരിക്കുന്നത്.
ആ 5 തവണയായിട്ട് 10,400 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് സതീശൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10,400 കോടി 5 തവണയായി കടമെടുത്തു. ആ പറഞ്ഞതെല്ലാം മലക്കം മറിഞ്ഞ് വീണ്ടും ആ അധിക്ഷേപകരമായ തരത്തിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടുപോകുന്ന ആളായി മുഖ്യമന്ത്രി മാറി. ഇപ്പൊ വന്ദേമാതരം, ഏറ്റവും അവസാനം വന്ദേമാതരം എന്താ? വന്ദേമാതരത്തിൽ ആദ്യം പറഞ്ഞു, ഈ സർക്കാരിലെ മുസ്ലിം ലീഗിന്റെ മന്ത്രി പറഞ്ഞു, ഗവർണർ നിർദ്ദേശിച്ചു, ഞങ്ങൾ തീരുമാനിച്ചല്ല, ഗവർണർ നിർദ്ദേശിച്ചു, ഗവർണർ നിർദ്ദേശിച്ചപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് അത് താഴോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റും, അങ്ങനെ ഉത്തരവാക്കിയതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു സർക്കാരിന്റെ ചീഫ് സെക്രട്ടറിയാണ്, ഗവൺമെന്റിന്റെ നിലപാടാണ് ചീഫ് സെക്രട്ടറി പറയേണ്ടത്. മാറി നിൽക്കാൻ പറയും. പിണറായി വിജയൻ ഇവിടെ 10 വർഷം ഭരിച്ചല്ലോ, ഒരു ചീഫ് സെക്രട്ടറി സർക്കാർ അറിയാതെ ഇത്തരം ഒരു ഉത്തരവ് ഇറക്കുമായിരുന്നോ? ഇറക്കിയാൽ ആ ചീഫ് സെക്രട്ടറി അവിടെ ഉണ്ടാവില്ല. പറയാനുള്ള ആർജവും ഇല്ലാതെ RSSന് കീഴ്പ്പെട്ട് നാണം കെട്ട് നിൽക്കുന്ന ഒരു ഗവൺമെന്റായി സതീശന്റെ ഗവൺമെന്റ് മാറി. എല്ലാ തരത്തിലും നാണം കെട്ട തരത്തിൽ, എല്ലാ തരത്തിലും കീഴടങ്ങ്, RSSന് കീഴടങ്ങ്. ഇപ്പോ TG മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ അടക്കം ആക്ഷേപിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അധിക്ഷേപകരമായ പരാമർശം. 11 ദിവസമായി അയാളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. ഇന്നലെ ഈ അർജുൻ ആയങ്കി എന്ന് പറഞ്ഞ ഒരാളിനെ ആഭ്യന്തരമന്ത്രിയെ ഫേസ്ബുക്കിലൂടെ, നവമാധ്യമത്തിലൂടെ വെല്ലുവിളിച്ചതിന് അയാളെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോ, അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളെ കൂടെ അതിനകത്ത് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ട് TG മോഹൻദാസിനെ വീട്ടിൽ പോയി എന്ന് വിളിച്ചോണ്ട് വന്ന് ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം കിട്ടുന്ന വകുപ്പിട്ടിരിക്കുന്നു. അതിനകത്തിൽ BNSലെ ഭാരതീയ ന്യായ സംഹിതയിലെ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിന് കേസെടുത്തിട്ടില്ല. ചെറിയ വകുപ്പ് വെച്ചിട്ട് കേസെടുത്ത് ഇപ്പൊ ജാമ്യം കിട്ടി കാണും. ഇപ്പൊ അതാണ് സ്ഥിതി. ഞാൻ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ RSSകാരായ വക്കീലുമാരെ സർക്കാർ വക്കീലുമാരായി നിയമിച്ചതടക്കം എല്ലാ കാര്യത്തിലും RSSന് കീഴ്പ്പെട്ട, ഇന്നലെ എന്തൊക്കെ പറഞ്ഞോ അതിനൊക്കെ തള്ളി പറയുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു യൂടേൺ ഗവൺമെന്റായി മാറി. പറഞ്ഞതല്ല. ഏറ്റവും അവസാനം എന്താ? ക്ഷേമ പെൻഷൻ. നാട്ടിലെ പാവപ്പെട്ട എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാത്ത വയോവൃദ്ധർ, അവർക്ക് വീട്ടിൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് അതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് സതീശ്. കേന്ദ്ര ഗവൺമെന്റ് ഡയറക്റ്റ് ബെനിഫിറ്റ് സംവിധാനത്തിലൂടെ ബാങ്ക് വഴി കൊടുക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ്. കേന്ദ്രം അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഗവർണർ ഇപ്പൊ തന്നെ ഈ വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? വന്ദേമാതരത്തിന്റെ കാര്യത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞു. പക്ഷെ ഗവർണർ പറഞ്ഞേക്കുന്നു, ഞങ്ങൾ അങ്ങനെ ഒരു നിർദ്ദേശമേ കൊടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഇതേപോലെയാണ് എല്ലാ കാര്യത്തിലും. ഈ ഗവർണറുടെയും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെയും പഴിചാരി അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ BJPയുടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് പോലും ചെയ്യാത്ത തരത്തിൽ BJPക്ക് വേണ്ടി ഭരിക്കുന്ന സതീശ സംഘി ഗവൺമെന്റ് ആണ് ഇപ്പൊ കേരളത്തിലുള്ളത്.